കൊച്ചി തേവര അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൽ ടിപ്പർ തെന്നിമാറി പാലത്തിന്റെ കൈവരിടിച്ചുണ്ടായ അപകടത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്താൻ ശ്രമം ഇപ്പോൾ അവിടെ തുടരുകയാണ്. വിഷ്ണു സുരേഷും ലിദ്യ ജേക്കബും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, എത്രത്തോളം സമഗ്രമായ ദൗത്യമാണ് ക്രെയിൻ ഉപയോഗിച്ചുള്ള ആ ദൗത്യം ഇപ്പോഴും തുടരുകയാണോ? നിലവിൽ എന്താണ് ചെയ്യുന്നത്? റോട്ടിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമമല്ലേ? സുഹൈലെ, ദൗത്യം ആരംഭിച്ചിട്ടില്ല ഇനി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ക്രെയിൻ എത്തിച്ചെങ്കിലും ആ ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഉയർത്താനാകില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി പുതിയ ക്രെയിൻ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെത്താൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് ഇന്ന് 12:15 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. തോപ്പുംപടിയിൽ നിന്ന് കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഈ ടിപ്പർ. അതിനിടയിൽ മറ്റൊരു വാഹനം വട്ടം കയറി വരുമ്പോഴും ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് വെട്ടിച്ചു മാറ്റിയത്. അങ്ങനെ ഈ കൈവരിയിലേക്ക് ഇടിച്ച് ഇതിപ്പോൾ ഈ കൈവരിയും കടർന്നതിന്റെ ക്യാബിൻ ഭാഗം അത് കായലിലേക്ക് ചാടി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഡ്രൈവർ ഉണ്ടായിരുന്നു വാഹനത്തിൽ, പക്ഷേ ഡ്രൈവർക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല. പ്രാഥമിക ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ തുടക്കത്തിൽ വലിയ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്ര ഗതാഗത പ്രശ്നങ്ങളില്ല. പ്രത്യേകിച്ച് ഈ ടാങ്ക് വലിയ വാഹനങ്ങൾ, വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അതുകൊണ്ട് ഇത് അടച്ചിട്ടാൽ അത് നഗരത്തിലേക്ക് അതുവഴി ആ വാഹനങ്ങൾ കയറ്റിവിട്ടാൽ നഗരത്തിൽ ഒന്നാകെ വലിയ ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇതുവഴി തന്നെ പരമാവധി വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ ദൃശ്യം അങ്ങേയറ്റം നടുക്കുന്നതാണ്. അത് ഇനിയിപ്പോൾ ഉയർത്താനുള്ള നടപടികൾ കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായി അപകടം നടന്നിട്ട്. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ദൗത്യം പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ടില്ല, തുടങ്ങാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ആരംഭിക്കാനാകുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ക്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂർ നിൽക്കുന്ന ആ പൊസിഷനിൽ അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഏതെങ്കിലും തരത്തിൽ താഴേക്ക് പതിക്കാൻ സാധ്യത നിലവിലുണ്ടോ ആ ലോറിയുടെ നിൽപ്പ് കണ്ടിട്ട്? സുഹൈല്, നിലവിൽ അത്തരത്തിലൊരു സാധ്യത അല്ലെങ്കിൽ പോലീസും ഫയർഫോഴ്സും കൂടെ പരിശോധന നടത്തി അവരങ്ങനെ ആ ഒരു സാധ്യത നിലവിൽ പറയുന്നില്ല. കാരണം ഇതിൽ അകത്ത് ലോഡുണ്ട്. ആ ലോഡ് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇംബാലൻസ്ഡ് ആയി പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ താഴ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ സ്റ്റക്കായിരിക്കുകയാണ്, പൂർണ്ണമായും സ്റ്റക്കായിരിക്കുകയാണ്. ഒരു എക്സ്റ്റേണൽ പ്രഷർ ഇല്ലാതെ ഇത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അത്തരം ആശങ്കകൾ നിലവിൽ ഇല്ല. എന്നിരുന്നാൽ പോലും ഇത് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങേയറ്റം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഇത് അടിയന്തരമായി മാറ്റാനുള്ള നടപടിയിലേക്ക് കടക്കാൻ ഇപ്പോൾ പോലീസ് പോകുന്നത്. പക്ഷേ ക്രെയിൻ ഇനിയും എത്തിയിട്ടില്ല, അതാണ് ഒരാശങ്ക. ക്രെയിൻ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നമ്മളും ഒക്കെ ഇവിടെ ഉള്ളത്. ക്രെയിൻ എത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇത് നനയ്ക്കാൻ പോലും സാധിക്കുകയുള്ളൂ. സുഹൈൽ, എന്തായാലും അത് പുറത്തേക്ക് പൊക്കിയെടുത്ത് റോട്ടിലേക്ക് ഇടണം. തൽക്കാലം ജീവൻ രക്ഷാ ദൗത്യം അല്ലാത്തതുകൊണ്ട് തന്നെ ക്രെയിനൊക്കെ വരാൻ അല്പം വൈകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഫിസിക്സ് ശാസ്ത്രമൊക്കെ അനുസരിച്ച് ആ ലോഡൊക്കെ വെച്ച് ബാലൻസായി അത് താഴോട്ടേക്ക് പോകാൻ സാധ്യതകളില്ല. കൃത്യമായി സ്റ്റേബിളായിട്ട് തന്നെയാണ് ആ ലോറി നിൽക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് പതിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ഇപ്പോൾ ലിഡിയ ജേക്കബ് കൂടി ചെയ്യുന്നു. ലിഡിയ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഡ്രൈവർ ആരാണ്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സുഹൈൽ, ഡ്രൈവറുടെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു വാഹനത്തെ കണ്ട് അത് വെട്ടിച്ച് സൈഡിലേക്ക് മാറ്റിയപ്പോഴാണ് ഈ നിയന്ത്രണം വിട്ട് കൈവരി ഇടിച്ച് പുറത്തേക്ക്, ഈ പാലത്തിന് പുറത്തേക്ക് ലോറി വന്ന് ഇരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രൈവർ ഉടൻ തന്നെ സീറ്റിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ചാടി എന്നുള്ളതാണ്. അത്രയും പെട്ടെന്ന് ഡ്രൈവർ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി, ജീവനും കാര്യങ്ങളും ഒക്കെ രക്ഷിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ക്രെയിൻ എത്തുന്നത് വൈകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യം ഒരു ക്രെയിൻ എത്തിച്ചിരുന്നു, പക്ഷേ അതുകൊണ്ട് ഇത് പൊക്കിയെടുക്കാൻ സാധിക്കില്ല. വലിയ ക്രെയിൻ തന്നെ എത്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു പകുതി ഭാഗം നമുക്ക് വിഷ്വലി കാണുന്ന പോലെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ക്യാബിൻ മുഴുവനായി പുറത്തേക്കാണ് ഉള്ളത്, പാലത്തിന് പുറത്തേക്ക്. അതായത് ഈ കായലിലേക്ക് ചാടിയാണ് ക്യാബിനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. ബാക്കി പകുതി ഭാഗമാണ് പുറത്തേക്കുള്ളത്. അത് വളരെ സൂക്ഷിച്ചു വേണം അത് പൊക്കിയെടുക്കാൻ എന്നുള്ളതാണ് ഫയർഫോഴ്സും പോലീസും പറയുന്നത്. എന്തായാലും നിയന്ത്രണം വിട്ട് ഇത്തരത്തിൽ കൈവരിയിൽ ഇടിച്ച് പുറത്തേക്ക്, പാലത്തിന്റെ പുറത്തേക്ക്, കായലിന്റെ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. കൈവരിയിൽ ഇടിച്ച് മറിയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രൈവർ ആശുപത്രിയിലാണ്. അല്പസമയത്തിനുള്ളിൽ ക്രെയിൻ എത്തി ഇത് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു ദൗത്യം കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന വളരെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ക്രെയിൻ എത്തി മറ്റ് ഫയർഫോഴ്സ് സംവിധാനങ്ങളും എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുഹൈൽ.
എന്തായാലും ആ ദൗത്യം അത് അല്പസമയം കഴിഞ്ഞേ തുടങ്ങുകയുള്ളൂ. ആദ്യം തുടക്കത്തിൽ ഒരു ക്രെയിൻ എത്തിച്ചു. ആ ക്രെയിൻ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ കുറച്ചുകൂടി അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഇതൊക്കെ എടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ക്രെയിനായി കാത്തിരിക്കുകയാണ്. നിലവിൽ ആ ദൃശ്യങ്ങൾ എന്തായാലും അല്പം ഭയപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഒരു ഞാഞ്ഞുമേൽ കളി എന്ന കണക്കെയാണ് അത് താഴേക്ക് വീഴാതിരുന്നത്. നിലവിൽ ലോഡുള്ളത് കൊണ്ടാണ് ബാലൻസ് ചെയ്ത് സ്റ്റേബിൾ അവിടെ നിൽക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അത് പതിയെ റൂട്ടിലേക്ക് എടുത്തു മാറ്റാനാകുമെന്ന പ്രതീക്ഷയിൽ ക്രെയിൻ കാത്തിരിക്കുകയാണ് ഈ ദൗത്യ സംഘം. മറ്റു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.